ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മേമയുടെ ഒരു ഹൗസ് വാമിങ് സെറിമണിയാണ്. അത് ഫ്ലാറ്റ് മേമ വേറെ വാങ്ങി, അപ്പോൾ അതിൻ്റെ ഒരു ഹൗസ് വാമിങ് നടത്തിയതാണ്. അപ്പോൾ മമ്മിയുടെ അനിയത്തി, താഴെയുള്ള അനിയത്തിയുടെ ഒരു ചെറിയൊരു വീട് കുറ്റീശയാണ്. അപ്പോൾ നമ്മൾ രാത്രിയിലായിരുന്നു ഫംഗ്ഷൻ, നമ്മളെല്ലാവരും പോയിരുന്നു. നല്ല സമയത്താണ് ചെന്നത്, പ്രാർത്ഥനയുടെ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് തുടങ്ങിയത്. അതെ, അതിൻ്റെ ഒരു സമയമാണിത്. പിന്നെ മേമേരി വീട്ടുകാരും പാപ്പൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. എന്നാലും അത് നല്ലൊരു എന്താ പറയുക, നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാവരുമായിട്ട് കണ്ടുമുട്ടുന്നത്, മേമേരി വീട്ടുകാരും പാപ്പൻ്റെ വീട്ടുകാരും. അപ്പോൾ കുറച്ച് പരിചയം പുതുക്കാനും അതുപോലെ മേമേരെ പുതിയ വീടിൻ്റെ ആ ഒരു ഇത് കാണാനും ഒക്കെ നമുക്ക് പറ്റി. നല്ലൊരു വീടായിരുന്നു, ഒരു ചെറിയൊരു ഫ്ലാറ്റാണ്. താഴെ തന്നെയായിരുന്നു, തൃശ്ശൂർ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ടൗണിൽ തന്നെ മേമ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കി. 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു ഓപ്പൺ കിച്ചണും അതുപോലെ തന്നെ ബാൽക്കണിയൊക്കെ ആയിട്ട് ഒരു നല്ല ഒരു ഫ്ലാറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല, കുറേ പേരുകൾ വന്നിട്ടില്ല. അപ്പോൾ എന്നാലും ഉള്ളവരൊക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. അപ്പോൾ ആ ഒരു വീടിൻ്റെ കുറേ ഭാഗങ്ങളും പിന്നെ അവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഗസ്റ്റുകളൊക്കെയാണ് അവിടെ ഉള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അടുത്തടുത്താണല്ലോ, നമുക്ക് കുറേ അകലേക്കൊന്നും കയറി പോകണ്ട. നമ്മളിങ്ങനെ ഹാളിൽ വന്നപ്പോൾ ഹാളിൽ തന്നെയാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു. അവിടെ നിന്ന് നമുക്ക് അടുക്കളയിലേക്കും ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിടക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ ബാൽക്കണി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കള വശത്താണ് നിൽക്കുന്നത്. ഓപ്പൺ കിച്ചണാണ്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നാത്തൂനും കുറച്ച് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ഇങ്ങനെ അപൂർവ നിമിഷങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല, ചിലപ്പോൾ തന്നെ കിട്ടാറുള്ളൂ. ഒരു ബെഡ്റൂമിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ. അവിടെ പകലായിരുന്നെങ്കിൽ സ്വിമ്മിങ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പൂളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല, നല്ല മഴയുണ്ടായിരുന്നു. ഒരു കണ്ടില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഫ്ലാറ്റായിരുന്നു അത്. ഇത് നമ്മുടെ ഉണ്ണി വന്നിട്ടുണ്ട്, വേറൊരു മേമേരെ മോൻ്റെ കൊച്ചാണ്. അപ്പോൾ അവൻ നമ്മൾ ചെറുതിൽ കണ്ടിട്ടുള്ളതാണ്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. നല്ലൊരു മിററായിരുന്നു കേട്ടോ. കണ്ടില്ല എൻ്റെ മോള് മിറർ ഓണാക്കി ഓഫാക്കി കളിക്കുന്നത്. അതുപോലെ തന്നെ വാഷ് ബേസിനും സൂപ്പറായിരുന്നു. മാക്സിമം ഫോട്ടോസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് നമ്മളെക്കാളും ഹൈറ്റുള്ള ഒരു കണ്ണാടി അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നോക്കി നമ്മൾ ഫോട്ടോ സെൽഫി എടുത്തതാണ് കേട്ടത്. നന്നായിട്ടുണ്ടല്ലേ കാണാൻ. പിന്നെ നമ്മൾ ഉണ്ണീനെ കുറച്ച് നേരം റോസും കൂടെ കളിപ്പിച്ചു. നല്ല ക്യൂട്ടായിട്ട് അവളുടെ കൂടെ കിടക്കുമായിരുന്നു ഉണ്ണി, അവൾ എടുത്ത് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മുകളിലത്തെ നിലയിലാണ് പോയത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫ്ലാറ്റായിരുന്നു. അവിടെ ജിമ്മിന് പോവാം, അതുപോലെ തന്നെ കളികളുണ്ട് വേണ്ടത് കുട്ടികൾക്കും എല്ലാവർക്കും. അവിടെ ഇഷ്ടംപോലെ കളികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ചോറും കറികളായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറ്റീശ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഒരു വിഷമമായിരുന്നത്. കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ ഫ്ലാറ്റിൽ തന്നെ മുകളിലത്തെ നിലയിൽ ഫുഡ് കഴിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ നടത്താനായിട്ട് നമുക്കൊരു സ്ഥലം അവിടെ ഉണ്ട്. വീടിൻ്റെ അകത്തായിരുന്നില്ല, ഇത് വേറൊരു ഫ്ലാറ്റിലായിരുന്നു. ഇതാണ് നമ്മുടെ ഫുഡ് എടുത്തിട്ടുള്ള രൂപം. എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ പിടിക്കില്ലേ, അതാണ് ചെയ്തത് കേട്ടോ. നമ്മൾ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു. അതുപോലെ റോസ് മോള് മതിയാവോളം ജിമ്മിൻ്റെ അവിടെ പോയിരുന്നു. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. കണ്ടില്ലേ, കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല, അതായത് കുട്ടികൾ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ചെയ്യണം ഫുഡ് കഴിച്ച ഉടനെ. സിമ്പിളായിട്ടാണെങ്കിലും അത് നമ്മൾ കയറിയൊക്കെ ഇരുന്ന ആൾ കാണിച്ചു. അതൊക്കെ ജസ്റ്റ് വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെയും ഒരു ചെറിയ ഭാഗമാണ് കേട്ടത്. പറ്റാത്ത കാര്യം ചെയ്യണം, നല്ല അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് നേരം കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൂമിൽ പോയപ്പോഴാണ് ഇങ്ങനത്തെ കളികളൊക്കെ ഉണ്ടായിരുന്നത്.
അങ്ങനെ ജിമ്മിൽ കയറിയും കുറേ കളിച്ചും നമ്മൾ മേമാരി വീട്ടിൽ നിന്ന് പോരുകയാണ് ചെയ്തത്. രാത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി അധികം നേരം വൈകാൻ നിന്നില്ല. ഇനി നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.